പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അറേബ്യൻ പെനിൻസുലയിലെ അറബി സംസാരിക്കുന്ന 650 മില്യൺ ജനങ്ങളെയും 32 രാജ്യങ്ങളെയും പറ്റി അവിടുത്തെ കൾച്ചർ, ലൈഫ് സ്റ്റൈൽ, ഇൻഫ്രാസ്ട്രക്ചർ, അഗ്രികൾച്ചർ എന്നിവ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ളതാണ് എക്സ്പ്ലോർ അറേബ്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫർദർ നോട്ടിഫിക്കേഷൻ ആയിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ ഉണ്ടാവാം, അത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഫർദർ റെസൊല്യൂഷന് വേണ്ടിയിട്ട് രേഖപ്പെടുത്തിയാൽ നമ്മളത് റിസോൾവ് ചെയ്ത് അപ്ഡേഷനുമായിട്ട് വരുന്നതായിരിക്കും. നമ്മളിപ്പോൾ ഓരോ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എപ്പിസോഡ് ആൻഡ് സീരീസ് വൈസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ സൗദി അറേബ്യയിലാണ് നിലനിൽക്കുന്നത്. അപ്പൊ സൗദി അറേബ്യയുടെ അൽഖസീം പ്രൊവിൻസിലെ ബുറൈദ, ക്യാപിറ്റൽ സിറ്റി ബുറൈദയിലാണ് നമ്മളുള്ളത്. ബുറൈദയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വേൾഡിലെ ലാർജസ്റ്റ് ഡേറ്റ്സ് മാർക്കറ്റ് ബുറൈദയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുമാത്രമല്ല, ബുറൈദയിലെ തന്നെ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡേറ്റ്സ് ഫാം സ്ഥിതി ചെയ്യുന്ന ബുറൈദയിലാണ്. ഏകദേശം 2011 സെൻസസ് അനുസരിച്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കയറിയത് ബത്തിങ് ഫാം ആണ്. അത് ഏകദേശം 4.5 ലക്ഷം മരങ്ങളാണ് അവിടെ ഉള്ളത്, ഈന്തപ്പനകളാണ് അതിനകത്തുള്ളത്. ഇപ്പൊ 2011 സെൻസസ് അനുസരിച്ചാണ്. ഇപ്പം എന്തായാലും 2024 ആയിട്ടുണ്ടാവും. അപ്പോൾ ഒരുപാട് അതിൽ കൂടിയിട്ടുണ്ട്. ഏകദേശം 10 ലക്ഷം മരങ്ങളാണ് നിലവിൽ ഉള്ളതാണെന്നാണ് അറിയുന്നത്. പിന്നെ അൽവത്തിനിയ ഡേറ്റ്സ് ഫാം, അവരുടെ ഏകദേശം 10 ലക്ഷത്തോട് അടുപ്പിച്ചുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. അതായത് വേൾഡിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്വാളിറ്റി ഡേറ്റ്സ് ഫോം ചെയ്യുന്നത് സൗദിയിലെ ബുറൈദയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ബുറൈദയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അഗ്രികൾച്ചറൽ ലാൻഡ് ആണ്. അപ്പോൾ ഇവിടെ ഒരുപാട് മുന്തിരിത്തോട്ടങ്ങളുണ്ട്. അതേപോലെ തന്നെ ഒട്ടുമിക്ക ഫ്രൂട്ട്സും വിളവെടുക്കുന്നത് ഈ ബുറൈദ ഔട്ടർ ഏരിയയിൽ നിന്നാണ്. സോ ഓരോ വീഡിയോ വിശദമായിട്ട് ഞാൻ കൊണ്ടുവരുന്നതാണ്. ഇപ്പൊ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബുറൈദയിലെ ഏറ്റവും പുതിയതായിട്ട് പണികഴിപ്പിച്ച ഒരു മാളാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന റാഷിദിയ മാള്. അപ്പൊ റാഷിദിയ മാൾ സ്ഥിതി ചെയ്യുന്നത് റാഷിദിയ അൽ റയ്യാനിലാണ്. ബുഖാരിയിലാണ്. സോ മാളിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവരെയും എന്റെ ഈ ചാനലിലേക്കും പുതിയ വീഡിയോയിലേക്കും സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അതായത് നിരവധി ആളുകൾ ഈ മാളിൽ ഫോട്ടോഷൂട്ടിന് വേണ്ടി വരുന്നുണ്ട്. അതിന് പറ്റിയ രീതിയിലാണ് ഇതിൻ്റെ ഫിസിക്കൽ, അതായത് ഇതിൻ്റെ ഫൗണ്ടൻസ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ഇതിന് വാട്ടർ ഫൗണ്ടൻ ഉണ്ട്. ഇത് വാട്ടർ ഫൗണ്ടൻ ഇപ്പോൾ ഓഫാണ്. ഇതിൻ്റെ ഈ മാളിൻ്റെ ഔട്ടർ സൈഡാണ്. മാളിൻ്റെ ലോബി ഏരിയ ആണ്. ഇതിൻ്റെ ഫ്രെയിം വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 2-3 മാസത്തിനുള്ളിൽ ഇത് ലോഞ്ച് ആവും. ഇത് വാട്ടർ ഫൗണ്ടൻ ആണ്.
ഈ മാളിൻ്റെ ഡീറ്റെയിൽസ് പറയാനാണെങ്കിൽ ബുറൈദയിൽ ഇപ്പോൾ ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മാളുകളിൽ പെടുന്നില്ല. പക്ഷേ ഉടൻ തന്നെ ഫങ്ഷൻ ആവുന്നതാണ്. സെക്കൻഡ് ലാർജസ്റ്റ് മാളാണ്. ഇതിനകത്ത് ഏകദേശം 10 തിയേറ്റർ കോംപ്ലക്സ് ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അതിൻ്റെ ആളുകൾ പറഞ്ഞത് 10 തിയേറ്റർ കോംപ്ലക്സ് ഉണ്ടെന്നാണ്. അതിനകത്ത് സിനോമി ഉണ്ടാവും, ASML എന്നും പറഞ്ഞിട്ടൊരു ഗ്രൂപ്പുണ്ട്, പിന്നെ വേൾഡ് അമേരിക്കൻ ഒരു കമ്പനിയുണ്ട്. അങ്ങനെയാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഓഫീസാണ് ഇത്. ഇവിടെ പിന്നെ അന്ന് പറഞ്ഞതിനനുസരിച്ച് ഇതിനകത്ത് നമുക്ക് കോഫി ഷോപ്പുകളും അതേപോലെ തന്നെ ഐസ്ക്രീം പാർലർ ഇതൊക്കെ റെൻറ്റിനുണ്ട്, റൂം അവൈലബിൾ ആണ്. അതിനെപ്പറ്റി അന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ പോകുന്നത് ഇതിൻ്റെ സെല്ലാർ ഏരിയ ആണ്. ഇതിന് മുമ്പ് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു സെല്ലാറിൽ, പക്ഷേ എനിക്ക് ഇപ്പം ആ സെക്യൂരിറ്റി ഇല്ല, അതുകൊണ്ട് തന്നെ കാണിക്കാൻ പറ്റുന്നില്ല. ഇതാണ് ഇതിൻ്റെ സെല്ലാർ ഏരിയ. സെല്ലാർ ഏരിയയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നു. അഞ്ച് പന നട്ടിട്ടുണ്ട്. ഇതിന് കിളിച്ച് വരുമ്പോഴാണ്. പിന്നെ വേറെ കാര്യമുണ്ട്, മഴ പെയ്യുമ്പോൾ ഇവിടെ അടിപൊളിയായിരിക്കും. ചില വാട്ടർ ഫൗണ്ടന്, ഓൾറെഡി വാട്ടർ ഫൗണ്ടൻ ഉണ്ട്, ലൈറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ള വാട്ടർ ഫൗണ്ടൻ തന്നെയാണ് ഇതിനകത്ത് നിലവിലുള്ളത്. നമ്മൾ 2 പ്രാവശ്യം വന്നപ്പോഴും ഉണ്ടായിരുന്നു, പക്ഷെ അന്ന് വീഡിയോ എടുത്ത് ഇടാൻ തോന്നിയിട്ടില്ല. പിന്നെ നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം, കാരണം സ്റ്റാർട്ടിംഗ് ആണ്, എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം. Sir!